വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച റെസിൻ കിറ്റും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് അടുത്ത റെസിനാർട്ട് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൽ റെസിനാർട്ട് പഠിച്ചത് തന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അതിനകത്തൊന്നും കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ മിസ്റ്റേക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, നിങ്ങൾ ആരും ആവർത്തിക്കാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിന് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഈ കാണുന്ന റെസിനും ഹാർഡ്നറുമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊരു കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഗ്ലൗവും നമുക്ക് വേണമെങ്കിൽ മാസ്കും കൂടി ഇടാം. മാസ്ക് ഇടുന്നത് നല്ലതാണ്. ഇത് കെമിക്കലിന്റെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലത് മാസ്ക് ഇടുന്നതാണ്. സീലിംഗ് ഒക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നല്ലൊരു സ്പൂണാണ്, വൃത്തിയുള്ളൊരു സ്പൂണ്. റെസിന്റെയും ഹാർഡ്നറിന്റെയും മിക്സിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. നമ്മൾ മേടിച്ച ഈ ഒരു പ്രൊഡക്റ്റിൽ 3:1 റേഷ്യോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന പോലെ 3:1 റേഷ്യോയില് 3 സ്പൂൺ റെസിനും 1 സ്പൂൺ ഹാർഡ്നറും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. 3:1 റേഷ്യോ അല്ല എടുക്കേണ്ടത്, 2:1 റേഷ്യോ ആയിരുന്നു എടുക്കേണ്ടത്. അത് 3:1 എടുത്തിട്ട് എനിക്ക് പറ്റിയ പാളിച്ചെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വേറെയുള്ള യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയപ്പോൾ 3:1 കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 3:1 എടുത്തെങ്കിലും നിങ്ങൾ 2:1 എടുക്കാവുള്ളേ. കറക്റ്റ് അളവിന് എടുത്തതിന് ശേഷം നമ്മൾ പയ്യെയാണ് ഇളക്കി കൊടുക്കണ്ടേ കേട്ടോ. നമ്മളെ ഈ ഒരു മിക്സിങ് പയ്യനെ ഇളക്കാവുള്ളൂ. അതിനകത്തുള്ള ബബിൾസ് ഒക്കെ രൂപപ്പെടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് പയ്യെ ഇളക്കുന്നത്. അങ്ങനെ ഒരു പയ്യെ നമുക്ക് ഒരു 15 മിനിറ്റോളം നമുക്ക് പയ്യെ അങ്ങനെ ഇളക്കി കൊടുക്കണം. ആ ബബിൾസ് ഒക്കെ ഒന്ന് പോകണം. അതേപോലെ ആദ്യം ഒരു വെള്ള കളറാവും. ആ വെള്ള കളർ മാറിയിട്ട് കറക്റ്റ് ഒരു കളർലെസ് ആയിട്ട് മാറുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ആൽഫബറ്റ് മൗൾഡിലേക്ക് എന്റെ റെസിനാർട്ട് ചെയ്യാനാണ്. മൗൾഡിലേക്ക് റെസിൻ ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ എന്തെങ്കിലും സ്ലൈം കയ്യിലുണ്ടെങ്കിൽ ആ സ്ലൈം വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൽഫബറ്റ് ഫുൾ ഇങ്ങനെ അതിനകത്തുള്ള ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റെസിനെ നമ്മൾ ഈ ആൽഫബറ്റിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് പി ആണ് കേട്ടോ, പി ലെറ്റർ ആണ്. പി ലെറ്ററിലേക്ക് പതിയെ ഒഴിക്കാവുള്ളേ, സ്പീഡിൽ ഒഴിക്കരുത്. നമ്മൾ ഏത് ഭാഗത്താണോ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. പി ലെറ്ററിൽ നമ്മൾ റെസിൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ബബിൾസ് ഒന്നും ഇല്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു പൊടിക്കൈകളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു റോസ് കളർ ഗ്ലിറ്റേഴ്സ് ആഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എവിടെയാണോ വേണ്ടേ ആ ഒരു പോർഷൻസിലൊക്കെ ഗ്ലിറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിട്ട ഗ്ലിറ്റർ കുറച്ച് കൂടിപ്പോയി. ഇതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു മൂവ്മെന്റ്സ് ഉണ്ട് അതിനെപ്പോഴും. അപ്പോൾ അതിൽ നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ അതിങ്ങനെ മൊത്തത്തിൽ പരന്നു പോകും. അപ്പൊ ഞാൻ കരുതി ബാക്കിയുള്ള സ്പേസിൽ കുറച്ച് പിഗ്മെന്റ്സ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചു, റോസ് കളർ പിഗ്മെന്റ്സ് തന്നെ. അപ്പോൾ പിഗ്മെന്റ്സ് ആഡ് ചെയ്ത് നോക്കാം. പിഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിഗ്മെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ അത് വേറൊരു കപ്പിൽ ഇച്ചിരി റെസിൻ ഒഴിച്ചിട്ട് അതിലേക്ക് പിഗ്മെന്റ്സ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മളെ റെസിനിലേക്ക് ഒഴിക്കുക. അതാവും ഏറ്റവും സ്യൂട്ടബിൾ. ഇപ്പൊ ഞാൻ പിഗ്മെന്റിന്റെ പൊടി അതിനകത്ത് ഇട്ടിട്ട് മിക്സ് ചെയ്തപ്പോൾ ആദ്യം ഇട്ട ഗ്ലിറ്റേഴ്സ് മൊത്തം ഇപ്പുറത്തേക്ക് പരക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ വർക്ക് ഏകദേശം കൊളാവാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ മാക്സിമം എപ്പോഴും ഈ ഒരു പിഗ്മെന്റിനെ മിക്സ് ചെയ്യുമ്പോൾ വേറൊരു റെസിൻ പാത്രത്തിൽ ഒഴിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിന്റെ ഫൈനൽ പ്രോസസ് ആണ്. ഈ ചെയ്ത് വെച്ച വർക്കിലേക്ക് ഒരല്പം കൂടെ റെസിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. റെസിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ ഗ്ലിറ്ററിന്റെയും പിഗ്മെന്റിന്റെ ഒക്കെ ഏകദേശം സെന്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചെയ്ത പിഗ്മെന്റിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കരുത്, അതേപോലെ ഗ്ലിറ്ററിന്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് നിന്നുള്ള ഗ്ലിറ്റർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് അതിന്റെ രണ്ടിന്റെയും ഗ്ലിറ്ററിന്റെയും പിഗ്മെന്റിന്റെയും കൂടെ സെന്ററിൽ ഒഴിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്ലിറ്ററും ഈ ഒരു പിഗ്മെന്റും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു പോർഷൻ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ലെറ്ററിലുള്ള റെസിൻ ശരിയായിട്ടുണ്ട്. ഇനി കുറെ ബാക്കി റെസിൻസ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ വേറെ ഏതെങ്കിലും ഒരു മോഡലിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ആർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാ ഈ ഒരു മൂൺ ഷേപ്പാണ്.
റെസിൻ ആർട്ട് എല്ലാം കഴിഞ്ഞ ശേഷം കറക്റ്റ് 24 മണിക്കൂറാണ് നമ്മളിത് ഫിക്സ് ചെയ്യാൻ കൊടുക്കേണ്ട സമയം. 24 മണിക്കൂർ കഴിയുമ്പോഴേ ഇത് കറക്റ്റ് ആ ഷേപ്പിലും ഹാർഡ്നെസ്സിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ എൻ്റെ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. സത്യം പറഞ്ഞ എൻ്റെ റേഷ്യോ മിക്സിങ് ഫ്ലോപ്പ് ആയത് കാരണം ഞാൻ ചെയ്ത റെസിനായിട്ടും ഫ്ലോപ്പായി. പക്ഷെ 2:1 ചെയ്താൽ ഉറപ്പായിട്ടും കറക്റ്റ് കിട്ടും. 2:1 ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം ഇടും. അപ്പോൾ ഇതാ ഞാൻ ചെയ്ത ചന്ദ്രക്കലയും പിയും എമ്മും ഒക്കെ ഒരുവിധം ഒപ്പിക്കാം എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിതിൽ കീ ചെയിനിന്റെ റിങ്ങും അതുപോലെ ഹുക്കൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് ഞാൻ ചെയ്ത റെസിൻ വർക്ക്. സത്യം പറഞ്ഞ പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും വാവ് ദാറ്റ് ഐ മേഡ് ഇറ്റ് എന്ന് പറയാൻ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും അടുത്ത ദിവസം എന്തായാലും 2:1 പ്രൊപ്പോർഷനിൽ നമുക്കൊരു റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ഗൈസ്.